കളം തെളിഞ്ഞു. ഇനി വീറുറ്റ പോരാട്ടം. സമാനതകളില്ലാത്ത വിധം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിറയുകയാണ്. ശബരിമലയിൽ തുടങ്ങി സർവേകളുടെ സ്വീകാര്യതയിലും ഇരട്ട വോട്ട് വിഷയത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥിരീകരണത്തിലും എത്തി നിൽക്കുന്നു വിഷയങ്ങൾ. ബിജെപിക്ക് നാണക്കേടായി 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയില്ലാത്ത സ്ഥിതിയുണ്ടായി. കോൺഗ്രസിനാകട്ടെ അവരുടെ പ്രധാന വനിതാ നേതാവ് തന്നെ CPM-നൊപ്പം പ്രവർത്തിക്കുമെന്ന തീരുമാനം ചില്ലറ തിരിച്ചടിയല്ല ഉണ്ടാക്കുന്നത്. ബാലശങ്കർ ഉയർത്തിവിട്ട ഡീൽ വിവാദത്തിലും NSSന്റെ പിണക്കത്തിനും CPM-നും മറുപടി പറയേണ്ടി വരുന്നു. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വിവിധ വിഷയങ്ങൾ കളം നിറയുകയാണ്. ഈ വിഷയം പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യ ലാപ്പിൽ ആര് മുന്നിൽ? എം പ്രകാശൻ മാസ്റ്റർ CPM നേതാവ് കണ്ണൂരിൽ നിന്ന്, രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് സൂമിൽ നമ്മോടൊപ്പം ചേരും, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവും ചേരും, ഒപ്പം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം മാധ്യമപ്രവർത്തകൻ നിരീക്ഷകൻ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കും. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ആദ്യ ലാപ്പ് പിന്നിടുന്നു. ഇന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമായ അവസ്ഥയുണ്ട്. നിരവധിയായ വിവാദങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല മുതൽ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് സർവേകൾക്കെതിരെ പ്രതികരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരട്ട വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്ഥിരീകരണം കൊണ്ടുവരുന്നു. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കളം നിറയുമ്പോൾ ആദ്യ ലാപ്പ് പിന്നിടുമ്പോൾ ആര് മുന്നിൽ, ഒപ്പം ആർക്ക് ഓടിക്കയറാൻ സാധിച്ചു, കിതച്ചു നിൽക്കുന്നു ആര്? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ആദ്യ ലാപ്പിൽ LDF ഒരു കാതം മുന്നിലാണ് എന്ന് പറയാതെ വയ്യ. കാരണം സ്ഥാനാർത്ഥികളുടെ നിർണയം അവർ നേരത്തെ കഴിച്ചു. അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറ്റ്യാടി, പൊന്നാനി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർക്കത് പരിഹരിക്കുന്നതിന് അവർക്ക് സമയം കിട്ടി. കോൺഗ്രസ് ഒരു നല്ല ലിസ്റ്റുമായിട്ട് വന്നു, നല്ല സ്ഥാനാർത്ഥി പട്ടിക, അതായത് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ വലിയ തോതിൽ പ്രാതിനിധ്യമുള്ള, നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പുതുമയുള്ള ഒരു പത്രികയുമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇരിക്കൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കോഴിക്കോട്ടെ ഒരു മണ്ഡലത്തിൽ പിന്നെ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് പരിഹരിക്കുമ്പോഴേക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നല്ല ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. CPM-ൻ്റെയും നല്ല, LDF-ൻ്റെയും നല്ല ചെറുപ്പക്കാരൊക്കെ അടങ്ങുന്ന അവരത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഒരു പുതുമ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ പ്രചാരണ രംഗത്ത് അവരാണിപ്പോൾ മുന്നിൽ. ഒരുപക്ഷെ അവരെ ഇപ്പോൾ പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സർവേകൾ ഒരുപക്ഷെ അവരുടെ ഒരു മനോവീര്യത്തെ ഇല്ലാതാക്കുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, അവരതിനെ വളരെ ഒരു ബ്രേവ് ഫേസോടുകൂടിയാണ് അതിനെ നേരിടുന്നത്. അത് വന്നോട്ടെ, ഈ അവർ നിരവധിയായ മുൻകാല അനുഭവങ്ങൾ, സർവേകളിലെ മുൻകാല അനുഭവങ്ങൾ നേരത്തെ പരാജയപ്പെട്ടു. എന്തിന് നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ഇവിടെ ആദ്യത്തെ സർവേ നടത്തിയ ചാനലിൻ്റെ സർവേ റിസൾട്ട് എന്തായിരുന്നു? 9 സീറ്റ് LDF-നും 11 സീറ്റ് UDF-നും. അവർ രാഹുൽ ഗാന്ധിക്ക് ഒരു 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പ്രധാന മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അലംഭാവം വരുത്, ഇത് കണ്ടിട്ട് ആരും പ്രവർത്തനത്തിൽ അലംഭാവം കാണിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇനി അടുത്ത ഘട്ടം, ഇന്നിപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എത്തിയതോടെ അവരുടെ ഒരു പ്രചാരണം ട്രാക്കിലേക്ക് കയറുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നു. അപ്പം ആ ഒരു പുതിയ ഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, ആര് മുമ്പിൽ നിൽക്കുന്നു, ആരാണ്? അതായത് 2 ആഴ്ച ഇനിയും തെരഞ്ഞെടുപ്പിന്, വോട്ടെടുപ്പിന് ബാക്കിയുണ്ട്. ഇനിയുള്ള സമയം, ഇതുവരെയുള്ള പോരായ്മകൾ പരിഹരിച്ച് കൃത്യമായി പ്രചരണ രംഗത്ത് നിറയാനുള്ള സമയമുണ്ട്. അതിനുള്ള അവസരവും പ്രധാന കക്ഷികൾക്കെല്ലാം ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. CPM-ന്റെ ആദ്യഘട്ടത്തിലെ മുന്നേറ്റം മറയ്ക്കാൻ അല്ല, അങ്ങനെയല്ല. നമുക്കറിയാം, ഈ പതിവില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വളരെ കുറച്ച് സമയമാണ് കിട്ടിയത്. അത് എനിക്ക് തോന്നുന്നത് UDF-നെ സംബന്ധിച്ചുള്ള ഒരു അനുഗ്രഹമായിരിക്കും. കാരണം അവിടെ ഈ നയ പൈസയില്ല കേട്ടോ. അവരുടെ പണ്ടൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു സാമ്പത്തിക ശേഷി അവർക്കില്ല. പുറത്തുനിന്ന് ഒരു സാമ്പത്തിക സഹായം മറ്റ് BJP-ക്ക് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന LDF-നുള്ളതുപോലുള്ള ഒരു സാമ്പത്തിക പിന്തുണ അവർക്കില്ല. അതുകൊണ്ട് ദിവസങ്ങൾ കുറഞ്ഞത് ഒരു തരത്തിൽ അവർക്ക് ഒരു അനുഗ്രഹമാണെങ്കിൽ പോലും അവർക്ക് ഇനി എല്ലാവർക്കും ഒരേ സമയമാണുള്ളത്. അപ്പോൾ ഒന്നിച്ച് അവർക്ക് നന്നായിട്ട് പ്രവർത്തിച്ചു പോകാൻ പറ്റും. അതിനുള്ളൊരു സംവിധാനമാണ് LDF ഉണ്ടാക്കുന്നത്. LDF ഇപ്പോൾ തന്നെ ഒരു ട്രാക്കിലാണ്, UDF-ഉം അതിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിന്ന് അവരുടെ പ്രവർത്തകർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നല്ല സാമ്പത്തിക പിൻബലമുണ്ട്. BJP-യും ഏതാണ്ട് ഈ രണ്ട് മുന്നണികൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റോസക്കുട്ടി ടീച്ചറുടെ രാജ്യപോലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ അടുത്ത ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.
ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട നിരവധിയായ ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്ന് ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരാരോപണം, അത് ഇലക്ഷൻ കമ്മീഷൻ ശരിവെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 3 ലക്ഷത്തോളം ഇരട്ട വോട്ടുകളുടെ കണക്ക് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ആ തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവെക്കുമ്പോൾ അത് ആരുടെ പങ്കാളിത്തം കൊണ്ടാണ് സംഭവിച്ചത്? നിങ്ങൾ രാഷ്ട്രീയമായ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും 10,000-3000 വോട്ടുകൾക്കൊക്കെ ഒരു മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് വളരെ ഗൗരവതരമായ ആരോപണമായി മാറുകയല്ലേ? ആരെയാണ് താങ്കൾ അതിൽ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറേ കാലമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ജോലിയാണ് കേരളത്തിൽ നിർവഹിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുക അദ്ദേഹത്തിനൊരു ഹരമാണ്. ഇവിടെ ഞാൻ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ അന്നുണ്ടായ ആക്ഷേപങ്ങൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്യാൻ പോവുകയാണെന്നും അതുകൊണ്ട് കൂത്തുപറമ്പിലും അഴീക്കോടിലും കേന്ദ്ര സേനയും അതുപോലെ തന്നെ മറ്റെല്ലാ പരിശോധനാ സംവിധാനങ്ങളും വേണം എന്നാവശ്യപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സേനയും അതുപോലെ മറ്റ് ഒരുപാട് സന്നാഹങ്ങളും ഉണ്ടായിട്ട് ഒരു നിലയിലും അത്തരം എന്തെങ്കിലും ഒരു അന്യായമായ കാര്യം കൂത്തുപറമ്പിൻ്റെ കാര്യത്തിലോ അഴീക്കോടിൻ്റെ കാര്യത്തിലോ ആർക്കും തെളിയിക്കാനാവില്ല. എല്ലാ സന്ദർഭങ്ങളിലും പരാജയപ്പെടും എന്നുള്ള ഭീതി ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് കള്ളവോട്ട് സംബന്ധിച്ച ആക്ഷേപം. ഇത് കേട്ടാൽ തോന്നുക ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്തോ CPM-ന്റെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണെന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ളൊരു സംവിധാനമാണ്, ഒരു സ്വതന്ത്രമായ സംവിധാനമാണ്. ആ സംവിധാനത്തിന് വോട്ട് ചേർക്കാനും വോട്ട് തള്ളാനും എല്ലാമുള്ള സംവിധാനങ്ങളും അതിന് നിയമപരമായ കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രമായിട്ട് കള്ളവോട്ട് ചേർക്കുന്നു, അവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രിക്കുന്നു എന്ന് അർത്ഥശൂന്യമായ വാദം ഉന്നയിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ആ ആരോപണം സ്ഥിരീകരിച്ചിരിക്കുന്നു ശ്രീ പ്രകാശൻ മാസ്റ്റർ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഉദുമയിലെ ഉദ്യോഗസ്ഥ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് 5 വോട്ടുകൾ ചേർത്ത വിഷയത്തിൽ. അത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ ഇടപെടലാണോ ഉദ്യോഗസ്ഥരുടെ മാത്രം കുറ്റമാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അത് ഗൗരവതരമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സ്ഥിരീകരിച്ച സ്ഥിതിക്ക്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഗൗരവമായ ഒരു ആരോപണമായി കണ്ടുകൂടെ? നമ്മുടെ ഈ സംവിധാനത്തെ അട്ടിമറിക്കത്തക്ക വിധമുള്ള ആരോപണമായി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പങ്കാളിത്തമുണ്ടെങ്കിലും. ഇവിടെ കേരളത്തിലെ വോട്ടുകളിൽ ഈ പറഞ്ഞ ഡബിൾ വോട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റാവുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പോൾ എനിക്കറിയാം, കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്കറിയാം, ലീഗ് ധാരാളം ആളുകളുടെ ഡബിൾ വോട്ടുകൾ ചേർക്കാറുണ്ട്. അവർ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് മലബാർ മേഖലയിൽ പുരുഷന്മാർക്ക് അവർ ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുക. മിക്കവാറും ആളുകൾക്ക് 2 വോട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഞങ്ങളെല്ലാം പലപ്പോഴും നേരിട്ട് അനുഭവിച്ചൊരു കാര്യമാണ്. എന്തേ നിങ്ങൾക്ക് ലീഗിനെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല? ഞങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് ഇരട്ട വോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യമൊന്നും ഒരു സന്ദർഭത്തിലും അങ്ങനെ ഒരു ആലോചനയോ തീരുമാനമോ എടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ല CPIM. ഞങ്ങൾ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നിയമങ്ങളെല്ലാം പൂർണ്ണമായി പാലിച്ച് അതിനനുസരണമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇവിടെ ആർക്കെങ്കിലും ഇരട്ട വോട്ട് കിട്ടാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വന്നിരിക്കുന്ന എന്തോ ദൗർബല്യങ്ങളുടെ ഫലമാണ് എന്ന് മാത്രമേ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയൂ. അതുപോലെ തന്നെ ഇരട്ട വോട്ട് ചേർക്കുന്നത് ഒരു പ്രത്യേക പാർട്ടിയാണ്. അതെങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക? വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യത്യസ്ത പാർട്ടികൾക്ക് ഭൂരിപക്ഷമുള്ള കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ ഇരട്ട വോട്ട് ചേർക്കുന്നതെല്ലാം ഒരു പാർട്ടിയാണെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ അതുകൊണ്ട് ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ ബാധകമായ കാര്യമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ. അല്ലാതെ അത്തരം കാര്യങ്ങളിൽ യാതൊരു യുക്തിയുമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തികച്ചും നീതിയുക്തമായി നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ശ്രീ സലീം എബ്രഹാം, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തി ശ്രീ പ്രകാശ് മാസ്റ്റർ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന്റെ ഗൗരവത്തെക്കുറിച്ചാണ്. അത് ഗൗരവതരമാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥിരീകരണത്തോടെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകളിലും ഈ പറഞ്ഞ പോലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തി ഉണ്ടാകും. അവരൊക്കെ ഇത്തരത്തിൽ എല്ലാവരും പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സംവിധാനം, തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പൂർണ്ണമായും അട്ടിമറിക്കത്തക്ക വിധത്തിൽ ചെറിയ വോട്ടുകൾക്ക് മാത്രം പലപ്പോഴും വിജയം വരുന്ന സംവിധാനത്തിൽ എത്രത്തോളം ഗൗരവതരമാണ് അത്? ആ തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ പാർട്ടികളും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള സംവിധാനങ്ങളും പരാജയമാകുന്നത് എന്തുകൊണ്ടാണ്?
രഞ്ജിത്തെ, വളരെ ഗൗരവമായ ഒരു കാര്യമാണിത്. അത് ആര് ഉന്നയിച്ചു എന്നുള്ളതല്ല. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് ശരാശരി 3500 വോട്ടുകൾ, ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ നമ്മുടെ പട്ടികയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? എനിക്ക് പ്രകാശ് മാസ്റ്റർ അറിയാം, വളരെ ഇതിനെയെല്ലാം നന്നായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി നീതിയുക്തമായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. നമുക്കിതെല്ലാം അറിയാം. രമേശ് ചെന്നിത്തല ഒത്തിരി ആരോപണങ്ങൾ കൊണ്ടുവന്നു. മാഷേ, ഇത് ഏത് ആരോപണങ്ങളാണ് തെറ്റിപ്പോയത്? സ്പ്രിംഗ്ലർ മുതലെടുത്തു. സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ മിനി ബ്രൂവറിയുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും അവസാനം ആഴക്കടൽ മത്സ്യബന്ധന, ഇതെല്ലാം നിങ്ങൾ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. അല്ല, അതുകൊണ്ട് രമേശ് എന്തോ ഇവിടെ ഇരുന്നിട്ട് വെറുതെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതിപ്പോൾ രമേശ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൃത്യമായ ലിസ്റ്റ് സഹിതമാണ് ഓരോ മണ്ഡലത്തിൽ, ഇന്ന മണ്ഡലത്തിൽ ഇപ്പം 3.5 ലക്ഷത്തോളം വോട്ടുകൾ, 5 വോട്ടുകൾ, അതിൻ്റെ ഇരട്ട വോട്ട്, ഒരാളുടെ പേരിൽ 5 വോട്ട്, 6 വോട്ട് ചെറിയ കാര്യമാണോ? ഇതിപ്പോൾ CPM-കാരാ ചേർത്തതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ പറയത്തുമില്ല. കോൺഗ്രസ്സുകാർ കാരണം അദ്ദേഹം ആരോപണം ഉന്നയിച്ച ഒരു കുടുംബത്തിലെ ആള് തന്നെ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ കോൺഗ്രസ് അനുകൂല നിലപാടുള്ളവരാണ്, ഞങ്ങൾക്ക് അറിയില്ല ആരാണ് ചേർത്തത് എന്ന കാര്യത്തിൽ. അപ്പോൾ ആരോപണ മാത്രത്തിൽ അദ്ദേഹത്തിന് നേരെ വരുന്നു. അദ്ദേഹം കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറയുകയും ചെയ്യും. അല്ല രഞ്ജിത്തെ, ഞാൻ പറഞ്ഞത് എൻ്റെ പേരിൽ ഒരു 5 വോട്ടുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ വോട്ടുള്ളതായിട്ട് ഞാൻ പോയി ഞാൻ UDF-നോ LDF-നോ BJP-ക്കോ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നു. ബാക്കി 4 വോട്ടുകൾ അത് കള്ളവോട്ട് നടത്താൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ആര് ചെയ്യും? ആരാണെന്ന് ചെയ്യാൻ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അല്ലാതെ ഓരോ വോട്ട് എനിക്കറിയാം. ഞാനിപ്പം ഒരു CPM-കാരനാണെന്ന് വിചാരിക്കുക, എൻ്റെ പേരിൽ 5 വോട്ടുണ്ട്, ഞാനതറിയുന്നില്ല. എൻ്റെ കയ്യിലുള്ള കാർഡ് അനുസരിച്ച് ഞാൻ പോയി എൻ്റെ വോട്ട് ചെയ്യുന്നു. ബാക്കി എൻ്റെ പേരിലുള്ള 4 വോട്ടുകൾ കള്ളവോട്ട് ചെയ്യാൻ സൗകര്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അത് ആരാണ് ചെയ്യുക, ആരാണ് ചേർത്തത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഒരു പാർട്ടിക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ സ്വതന്ത്രമായി നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിന് കടയ്ക്കൽ കോടാലി വയ്ക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണത്. അത് നമുക്ക് അങ്ങനെ തള്ളിക്കറിയാൻ പറ്റത്തില്ല. അത് രമേശ് കൊണ്ടുവന്ന ആരോപണം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുമ്പോൾ അത് വളരെ ഗൗരവമായിട്ട് തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. തീർച്ചയായും. റിജിൽ മാക്കുറ്റി, ഇവിടെ നിങ്ങളുടെ സംവിധാനത്തിലുണ്ടായ പ്രധാന ഒരു കാര്യം, 30 വർഷം നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു വനിതാ നേതാവ് പാർട്ടി വിടുകയാണ്. അത് വയനാട് പോലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് വരെ കാത്തിരിക്കേണ്ടി വരും. കാരണം അവർ CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും പ്രചരണ രംഗം സജീവമാകാനും തീരുമാനിച്ച പശ്ചാത്തലം. ഒത്തിരി ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ലതികാ സുഭാഷിന് ശേഷം ഇപ്പോൾ ഒരു വനിതാ നേതാവ് പാർട്ടി വിടുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ഈ ആദ്യ ലാപ്പ് പിന്നിടുമ്പോൾ മാനേജ് ചെയ്യുന്നതിൽ ഉണ്ടായ പരാജയം, അത് എന്ത് സംഭവിച്ചു എന്നാണ് ആ തരത്തിൽ നിങ്ങൾ കരുതുന്നത്? ശ്രീ രഞ്ജിത്ത്, ഇവിടെ നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകൾ പാർട്ടി വിട്ടു പോകുന്നുണ്ട്. അവരുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പാർട്ടി വിട്ടു പോകുന്നത് സ്വാഭാവികമായി ഈ റോസക്കുട്ടി ടീച്ചർ മാത്രമല്ലല്ലോ, കോൺഗ്രസ് ദേശീയ തലത്തിലും ഒരുപാട് ആളുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യം പറ്റി, പാർട്ടി പദവികളിരുന്ന് പാർട്ടിയുടെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം പറ്റിയ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ടു പോകുന്നുണ്ട്. അവരുടെ നിക്ഷിപ്ത താല്പര്യം മാത്രമാണ് അത്. പക്ഷെ ഒരു റോസക്കുട്ടി ടീച്ചർ പോയത് കൊണ്ടൊന്നും വയനാടിലെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ UDF-നോ കോൺഗ്രസിനോ ഒന്നും സംഭവിക്കില്ല. റോസക്കുട്ടി ടീച്ചറൊന്നും പോയത് ആശയപരമല്ല, ആമാശയപരമാണ്. ആശയപരമായിട്ടല്ല അവർ പോയത്, ആമാശയപരമായിട്ടുള്ള നിലപാടാണ്. അവർ ആഗ്രഹിച്ച സീറ്റ് കിട്ടാതിന്റെ പേരിൽ അവരിപ്പോ ഒരു കാര്യം പറഞ്ഞ് CPM-നോട് ശരിയാണ്. അപ്പൊ അത് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമല്ല. ഇവിടെ പ്രകാശ് മാഷൊക്കെ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് ശ്രീ സണ്ണിക്കുട്ടി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം കോർണർ ചെയ്ത് പറഞ്ഞു, അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണെന്നാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് U-ടേൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി U-ടേൺ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ കാരണം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ട് പോയതാണ്. ഏറ്റവും ഒടുവിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി കരാറ് പോലും കൊണ്ടുവന്നതാരാ? പ്രതിപക്ഷ നേതാവല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരു ഗവൺമെന്റിന് മംഗളപത്രം പാടുക എന്നല്ലല്ലോ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം. ആ മംഗളപത്രം പാടി പിണറായി വിജയന് മംഗളപത്രവും സ്തുതിഗീതവും പാടുന്ന ആളല്ല ഒരു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി ബോധ്യത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയം കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് കേവലം 69 മണ്ഡലങ്ങളിലെ 3.5 ലക്ഷം ആളുകളെ അനധികൃതമായി ചേർത്തു എന്ന് പറയുന്നു.
ആ ചേർത്തു എന്ന് പറയുമ്പോൾ ഒരാളെ പല സ്ഥലങ്ങളിൽ ചേർക്കാണ്. ഇപ്പൊ ഞാനൊരു UDF കാരൻ, കോൺഗ്രസ്സുകാരൻ, എന്റെ വോട്ട് 5 സ്ഥലങ്ങളിലാകുമ്പോൾ ഇനി ഞാനൊരു വോട്ടേ ചെയ്യൂ. പക്ഷെ 5 സ്ഥലങ്ങളിൽ ആരാണ് വോട്ട് ചെയ്യുന്നത്? പ്രത്യേകിച്ച് കണ്ണൂർ പ്രകാശം മാഷ് ഇപ്പം വളരെ കള്ളവോട്ടിനെ കുറിച്ചൊക്കെ വളരെ ഒരു മാലാകജമഞ്ഞു കൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടു. മാഷ് കണ്ണൂരിന്റെ മേഖലകളിൽ നിങ്ങൾ നടത്തുന്ന കള്ളവോട്ട്, നിങ്ങൾ നടത്തിയ ബൂത്തുപിടുത്തം, അതൊക്കെ എത്ര സംഭവങ്ങളാണ്. കൂത്തുപറമ്പിലും മട്ടന്നൂരിലും അഴീക്കോടും അതോടൊപ്പം തന്നെ പയ്യന്നൂരിലും നിങ്ങൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ. ആ സംഭവങ്ങൾ നമ്മുടെ കണ്ണൂരിന്റെ പല മേഖലകളിലെ മാഷക്കറിയില്ലേ എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആള് മാറി വോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആണുങ്ങളായ ആണുങ്ങൾ പർദ്ദയിട്ട് പോലും വോട്ട് ചെയ്തു പോയ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ കൂത്തുപറമ്പ് പോലെയുള്ള മേഖലകളിൽ രാഷ്ട്രീയ പഠനം നടത്തിയ എന്റെയൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കള്ളവോട്ട് നടത്തുന്നതും അത് ശാസ്ത്രീയപരമായി അതിനെ നടത്തുകയും ചെയ്യാൻ പ്രാവീണ്യം നേടിയ ഒരു പ്രസ്ഥാനം തന്നെയാണ് CPM. അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഏകദേശം എല്ലാ ആനുകൂല്യങ്ങളും, കള്ളവോട്ടിന്റെ ആനുകൂല്യങ്ങൾ പറ്റുകയും ജനാധിപത്യത്തിലൂടെ വോട്ട് അട്ടിമറിക്കുന്ന സംഭവങ്ങൾ നിങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ 95% പല സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ പിന്നെ അതിന്റെ റേറ്റ് കൂടുന്നുണ്ട്. 95%. പ്രതിപക്ഷ നേതാവ് ആദ്യം ചൂണ്ടിക്കാട്ടിയ ഉദുമയിലെ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് അനുകൂല കുടുംബമാണെന്നാണ്. ഞാൻ രഞ്ജിത്ത് പറയട്ടെ, ആ സ്ത്രീ അവരവിടെ ചേർത്തു. പക്ഷെ അവരെ വോട്ട് വേറെ ആരാണ് ചേർന്ന് അറിയില്ല. അവരെ വോട്ട് ആ ഉദുമയിലെ ബൂത്തിൽ അവർ ചെയ്യുമായിരിക്കും. പക്ഷെ അവരുടെ വോട്ട് 5 സ്ഥലങ്ങളിൽ മാറ്റി ചേർത്താൽ അവരവിടെ പോയി വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അത് അന്വേഷിക്കണം ആര് ചേർത്തെന്നുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൃത്യമായി അന്വേഷണം നടക്കണം. CPM-ന്റെ എൻജോ യൂണിയനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ വളരെ കൃത്യമായി ഈ കള്ളവോട്ട് ചേർക്കാൻ, പ്രത്യേകിച്ച് 50 CPM-മാരെ ചേർക്കുമ്പോൾ ഒരാളെ ചേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പറയുമ്പോൾ അത് UDF ചേർത്തെന്ന് പറയും. അങ്ങനെയല്ല, അതിന്റെ വളരെ ശാസ്ത്രീയമായി ചേർക്കുമ്പോൾ എന്റെ വോട്ട് എന്റെ ബൂത്തിൽ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അറിയാതെ വോട്ട് മറ്റു മേഖലയിൽ ചേർക്കപ്പെടുമ്പോൾ അത് എങ്ങനെ ചേർത്തു, ആര് ചേർത്തു എന്ന് അന്വേഷിക്കണ്ടേ? അപ്പൊ ആ അന്വേഷണം നടത്തുമ്പോഴാണ് അതിനകത്ത് ആരാണ് പ്രതികൾ എന്ന് മനസ്സിലാകുക. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി പറയുന്നു, തെരഞ്ഞെടുപ്പിനകത്ത് എൻജോ യൂണിയന്റെ ഉദ്യോഗസ്ഥന്മാരെ, CPM അനുകൂല ഉദ്യോഗസ്ഥന്മാർ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായി ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. അത് കയ്യോടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിടിക്കപ്പെടുകയും, ഞാൻ ആരോപണമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് 69 മണ്ഡലങ്ങളിലെ 3.5 ലക്ഷം വോട്ടുകൾ മരവിപ്പിക്കാനുള്ള തീരുമാനം എടുത്തല്ലോ. നമ്മുടെ മുമ്പ് യാഥാർത്ഥ്യം ഉണ്ടല്ലോ, ആ തെളിവുണ്ടല്ലോ, അന്വേഷിക്കട്ടെ ആര് ചേർത്തു എന്ന്. അതുകൊണ്ട് കള്ളവോട്ട് ചേർക്കാനും കള്ളവോട്ട് ചെയ്യാനും ബൂത്ത് പിടിക്കാനും അതിന്റെ പ്രാവീണ്യം ചെയ്യുന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് നമ്പർ 1. പ്രത്യേകിച്ച് മലബാറിന്റെ മേഖലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂരിന്റെ മേഖലകളിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്കത് പറയാൻ പറ്റും. ശരി, ശ്രീരാധാകൃഷ്ണ മേനോൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് NDA സംബന്ധിച്ചിടത്തോളം, BJP സംബന്ധിച്ചിടത്തോളം ഇത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി, ഒരു കോടതി വിധി വന്നതിന് ശേഷം 3 മണ്ഡലങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ BJPക്ക് NDAക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല. ദേവികുളത്തെ പ്രശ്നം ഒരു സ്വതന്ത്രന് പിന്തുണ നൽകി പരിഹരിച്ചു എന്ന് പറഞ്ഞാലും 20,000-ൽ പരം വോട്ടുകൾ ലഭിക്കുന്ന 2 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥ. താമര ചിഹ്നത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരോട് എവിടെ കുത്താൻ പറയും, ഏത് ചിഹ്നത്തിൽ കുത്താൻ പറയും ശ്രീരാധാകൃഷ്ണ മേനോൻ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന നേതൃത്വവും അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനമെടുത്ത് വോട്ടർമാരെ അറിയിക്കുന്നുണ്ടാവും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായും ഇതിപ്പോ മനഃപൂർവ്വം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. കാരണം നമുക്കെല്ലാം അറിയാം, സംഘടനയെ സംബന്ധിച്ച് ആ സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, അവര് നോമിനേഷനുകൾ ഫയൽ ചെയ്തു. നോമിനേഷൻ ഫയൽ ചെയ്ത അവസ്ഥയിൽ ഒരു സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റ് അല്ലെങ്കിൽ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന പ്രപ്പോസർ, അവർക്കൊക്കെ ലഭ്യമാവുന്ന സർവ്വസാധാരണമായി ലഭ്യമാവുന്ന ചില പ്രിവിലേജുകൾ, ആ പ്രിവിലേജുകളൊന്നും ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ സ്ഥാനാർത്ഥിക്കോ ആ നോമിനേഷന്റെ പ്രപ്പോസർമാർക്കോ ലഭിച്ചില്ല. കാരണം ഞാനും ഇപ്പോൾ ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ നോമിനേഷൻ കൊടുക്കുന്നതിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഞാൻ പോയിട്ടുണ്ടായി. ഈ പ്രാവശ്യം അവിടെ ഞാൻ കണ്ടത്, കൃത്യമായി നോമിനേഷൻ വാങ്ങിയതിന് ശേഷം സൂക്ഷ്മമായിട്ട് അതിനുള്ളിലെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഇന്ന കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പരിഹരിക്കാൻ ചില കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ നോട്ടീസ് തരാം, സാർ അത് ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുതരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർമാരെയും. റിട്ടേണിംഗ് ഓഫീസർക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം 3 മണിക്ക് നോമിനേഷൻ കൊടുക്കേണ്ട
പ്രഖ്യാപിക്കേണ്ട ഘട്ടത്തിൽ 2:55 മറ്റുമാണ് സ്ഥാനാർത്ഥി ഓടിച്ചെന്ന് കയറുന്നത്. അവർ അഭിഭാഷകയാണ്, വനിതാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. അല്ല, അങ്ങനെയാണെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് മുൻപായി അത് ചെയ്യുന്നതിന് വേണ്ടി സമയം കൊടുക്കുന്ന കീഴ്വഴക്കമാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ടുള്ളത്. അങ്ങനെയുള്ള എന്താണ് കുറവ് എന്ന് വെച്ചാൽ ആ കുറവ് പരിഹരിക്കാൻ. ഇത് ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, അതല്ലാതെ വഴിയെ പോയിട്ട് പെട്ടെന്ന് ഓടിക്കൊണ്ടുവന്ന് ഒരാൾ നോമിനേഷൻ കൊടുക്കുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് പരിഗണിക്കാവുന്നതായിരുന്നു. ആ നിലയിൽ തന്നെ പരിഗണിക്കാതിരുന്നത് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രത്യേക പ്രിവിലേജോ അല്ലെങ്കിൽ പ്രത്യേക നിലപാടോ ഒക്കെ ഉണ്ടാവാം ആരാണെങ്കിലും. ഏതായാലും അത് കോടതിയിലെത്തി. കോടതിയുടെ അത് സംബന്ധിച്ച നിരീക്ഷണം ശക്തമായി വന്നിട്ടുണ്ട്. പക്ഷെ കോടതിക്ക് ഇടപെടുന്നതിന് വളരെയേറെ പരിമിതിയും. കാരണം കോടതിയെ സംബന്ധിച്ച ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ ആരംഭിച്ചതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുള്ള കീഴ്വഴക്കമില്ല. അതിന് മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ആ സമീപനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു ഓർഡറാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം അതുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു, ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോ അതിന് ഈ പറയുന്ന നിഷ്പക്ഷര് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നിഷ്പക്ഷരായി പ്രവർത്തിക്കേണ്ടുന്ന റിട്ടേണിംഗ് ഓഫീസർമാരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും, ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കള്ളവോട്ടായിരുന്നല്ലോ. ഈ കള്ളവോട്ട് പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കാനിടയാവുന്ന സാഹചര്യം, അത് കേരളത്തിലെ ഉദ്യോഗസ്ഥ പിൻബലത്തിൽ CPM നടത്തുന്ന ഒരു ഏർപ്പാടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉദ്യോഗസ്ഥ പിൻബലമാണ് CPM-ന് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും അട്ടിമറിക്കാനും എല്ലാമുള്ള സാഹചര്യം ഒരുക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേമാതിരി പോസ്റ്റൽ വോട്ടുകളുടെ കളക്ഷൻ, കോവിഡ് വോട്ടുകളുടെ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇപ്പോഴും 80 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ വോട്ടുകൾ അങ്ങനെ ചെയ്യാനുള്ള പെർമിഷൻ ഈ തെരഞ്ഞെടുപ്പിനും ഉണ്ടല്ലോ. അപ്പൊ ആ വോട്ടുകളെയൊക്കെ വളരെ കൃത്യമായിട്ട് സ്വന്തം പെട്ടിയിലേക്ക് മേടിച്ചെടുക്കാനും അതിനെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും ഓരോ പ്രദേശത്തുമുള്ള സർക്കാർ സംവിധാനത്തെ കൃത്യമായി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് കേരളത്തിൽ കാലങ്ങളായി ഇടതുപക്ഷ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിധിവരെ NGO യൂണിയനുകൾക്ക് ബദലായിട്ടുള്ള സംവിധാനം ചിലയിടത്തൊക്കെ കോൺഗ്രസിനുള്ളത് കൊണ്ട് UDF-ന് ചില പ്രദേശത്തൊക്കെ അതിനെ ചെറുക്കാൻ നിയമപരമായ ഉദ്യോഗസ്ഥ തലത്തിൽ സംവിധാനം ഉള്ളിടത്ത് സാധിക്കുന്നുണ്ടാവാം. BJP-യെ സംബന്ധിച്ച് BJP-ക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കേരളത്തിൽ വലിയ സ്വാധീനമൊന്നും ആ നിലയിലുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഒരു പിൻബലത്തിലല്ല BJP ഈ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ മത്സരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തൽ എന്തിനാണെന്നാണ് CPM ചോദിക്കുന്നത്. അല്ലല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതിന്റെ മേൽ ഉദ്യോഗസ്ഥന്മാർ 2-3 ആളുകളാണ്. അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവര് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇപ്പം തെരഞ്ഞെടുപ്പ് നടത്തുന്ന റിട്ടേണിംഗ് ഓഫീസർമാരാണ്, അധ്യാപകരടക്കം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. അതേപോലെ NGO യൂണിയന്റെ സജീവ പ്രവർത്തകരാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കേരളത്തിലെ ലിസ്റ്റ് എടുത്താൽ അവരുടെ മുഴുവൻ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് അതിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവരൊരു ബൂത്തില് 10 മുതൽ 50 വരെ കള്ളവോട്ട് ചെയ്യണം എന്ന് ടാർഗറ്റാണ് CPM-നെ സംബന്ധിച്ച്. ആ CPM-ന്റെ അതിനു വേണ്ടിയിട്ട് മഷി മായ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് സാമഗ്രികൾ അവർക്ക് എത്തുന്നു. അങ്ങനെ വിരലിന്റെ തുമ്പിലുള്ള മഷി മായ്ച്ചിട്ട് വീണ്ടും വീണ്ടും ആള് കയറുന്നു. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ നടത്തുന്ന ശാസ്ത്രീയമായ പ്രക്രിയയാണ് കേരളത്തെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള ആ പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്ന വേളയിൽ BJP-യുടെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളാനിടയായ സാഹചര്യം രൂപപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കതിലേക്ക് വരാം. ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്തി അതങ്ങ് ഒഴിവാക്കാൻ പറ്റുന്നതാണെന്ന് ചോദിക്കും. കാരണം ഒരു പ്രധാനപ്പെട്ട ദേശീയ കക്ഷിക്ക് ഇങ്ങനെ സംഭവിക്കുക, ഇവര് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടത്തുമെന്ന് പറയുമ്പോൾ മണ്ഡലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു ഇടവേള അനിവാര്യമാണ്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക്. സണ്ണിക്കുട്ടി എബ്രഹാം, പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, തനിക്കെതിരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടത്തുന്നു, അതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു, സർക്കാർ 10-200 കോടി രൂപയുടെ പരസ്യം നൽകുന്നു, ഈ സർവേകളൊക്കെ
അതിൻ്റെ പരിണിതഫലമായി സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്രയധികം ആരോപണങ്ങൾ ഒരുപക്ഷെ സമീപകാലത്ത് ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്തതുപോലെ ഇത്രയധികം ആരോപണങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രതിപക്ഷ നേതാവ് പല കാര്യങ്ങളിലും സർക്കാരിന് പിന്നോക്കം പോകേണ്ട അവസ്ഥ വരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്താതിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെയൊക്കെ ഒരു പരിഭവം ചൂണ്ടിക്കാണിക്കുകയാണോ അദ്ദേഹം? പരിഭവം മാത്രമല്ല രഞ്ജിത്ത്, അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീ രാധാകൃഷ്ണൻ മേനോൻ പറഞ്ഞ ചില കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, ഈ പരിചയസമ്പന്നരായ പാർട്ടികളിൽ ഓരോ മണ്ഡലത്തിലും പത്രിക പൂരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ചെലവുകൾ 30 ലക്ഷത്തിൽ ഒതുക്കുന്ന കണക്കെഴുതുന്നതിലൊക്കെ വളരെ പരിചയസമ്പന്നരായ ആളുകളുണ്ട്. ഒരുപക്ഷെ BJP താരതമ്യേന ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ, ഞാൻ താരതമ്യേന എന്നുള്ള വാക്ക് പ്രത്യേകം ഉപയോഗിക്കുക, ഒരു പാർട്ടി എന്ന നിലയിൽ അതിനുള്ള ഒരു ശീലങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ പത്രികയിൽ തെറ്റുണ്ടെങ്കിൽ അത് റിട്ടേണിംഗ് ഓഫീസർ ചൂണ്ടിക്കാട്ടി കറക്റ്റ് ചെയ്ത് വാങ്ങണം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയാം. നമുക്കറിയാം, അതിൻ്റെ ചട്ടം എന്ന് പറഞ്ഞാൽ അത് നോക്കുന്നു, അത് വാങ്ങുന്നു, വാങ്ങിയിട്ട് അതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആ പത്രിക തള്ളുക. മറ്റു ചിലർ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു വ്യത്യസ്തമായൊരു സമീപനം എടുത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവുക, തിരുത്തി വാങ്ങിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ദേശീയ അധ്യക്ഷൻ്റെ വോട്ട് ഇല്ലാത്തൊരു സാഹചര്യം, അതിപ്പോൾ ഇനി ചൂണ്ടിക്കാണിച്ചാലും ദേശീയ അധ്യക്ഷൻ്റെ വോട്ട് അപ്പം ആർക്കും ഇടാൻ പറ്റുമോ? അപ്പം അങ്ങനെ നമ്മൾ അത് സംഭവിച്ചു പോയതാണ്. പക്ഷേ എനിക്ക് തലശ്ശേരിയിലൊക്കെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന, ആർക്ക് വേണ്ടി ഇടുക്കിയിലെ അവിടെ നിൽക്കട്ടെ, മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ അതെ, തലശ്ശേരിയിലെ അമിത്ഷായുടെ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി, മറ്റൊരു നിയോജകമണ്ഡലത്തിൽ ചേർത്ത്. അതത്ര സിമ്പിളല്ല. ആ റിട്ടേണിംഗ് ഓഫീസർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ ചട്ടപ്പടി അങ്ങ് ചെയ്തു, ചിലർ കുറച്ചുകൂടെ ഒരു മയത്തിൽ കൈകാര്യം ചെയ്തു എന്നേ കാണാൻ. അതായത് ഇതൊരു ന്യായമായിട്ട് പറയരുത്, കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ ഞാനൊരു അടിസ്ഥാനപരമായിട്ടൊരു പത്രപ്രവർത്തനം, എനിക്ക് ആ മനുഷ്യനോട് അസൂയ. സത്യം പറഞ്ഞാൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, ഞാനൊക്കെ ആ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, റിപ്പോർട്ടറായിരുന്നു. 5 കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും നല്ല ബ്രേക്കിംഗ് സ്റ്റോറീസ് കൊണ്ടുവരാൻ അങ്ങനെ ആർക്കും ഒന്നും സാധിച്ചില്ല. അല്ല, ഒന്നാം തരം ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതൊന്നും ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വസ്തുതാപരമായിട്ട് ശരിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏറ്റവും അവസാനം ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ പഴയ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ആരും ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല, ശരിയല്ല തെളിഞ്ഞിട്ടില്ല. സർക്കാർ അതിൽ നിന്നൊക്കെ പിന്മാറിപ്പോയി. അപ്പം വേണ്ട, ഇനി സ്പ്രിംഗ്ലർ വേണ്ട, അല്ലെങ്കിൽ ആഴക്കടൽ അത് വേണ്ട, എല്ലാ ധാരണാപത്രങ്ങളും റദ്ദാക്കുന്നു, അങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് മറ്റ് പലപ്പോഴും സമര പ്രതിഷേധ പ്രക്ഷോഭ രംഗങ്ങളിലാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരു കഴിവ്. VS മറിച്ചായിരുന്നു. VSനെ പോലെ ധാരാളം ഇഷ്യൂസ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ എത്ര പേര് പിന്തുണയ്ക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിസൾട്ട് 2.8 മറ്റുമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ മാധ്യമങ്ങൾ നടത്തുന്ന സർവേകളെ അങ്ങനെ തള്ളിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സംശയം ജനിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. ഇവിടെ നമ്മൾ നോക്കൂ, ഇപ്പോൾ LDFൻ്റെ കാര്യം വരുമ്പോൾ പിണറായി വിജയൻ, ശൈലജ ടീച്ചർ, മൂന്നാമതൊരാളെക്കുറിച്ചില്ല, മൂന്നാമത് ചോദിക്കാനുമില്ല. ആ രംഗത്തേക്ക് വരേണ്ട എല്ലാവരെയും ഘടകസ്ഥം ചെയ്ത് സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ മാറ്റി, പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഇനി ഉള്ളത് ഈ 2 പേരാണ്. അതിനപ്പുറത്തേക്ക് വരുമ്പോഴോ ഉമ്മൻചാണ്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ശശി തരൂറുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. അങ്ങനെ 4-5 പേരുടെ പേരുകൾ അതിൽ ചോദ്യങ്ങളിൽ ചേർക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു മോഡസ് ഓപ്പറാൻഡി, ഒരു സർവേയുടെ രീതി ശരിയാണോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഭവം മാത്രമല്ല, അദ്ദേഹം അതിനെ കാണുന്നത്, വ്യക്തിപരമായിട്ട് അതിനെ കാണുന്നത്, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മിനി ബ്രൂവറി തുടങ്ങി അവിടെ തൊട്ടിവിടെ ആഴക്കടൽ മത്സ്യബന്ധനം വരെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതിന് ചില മാധ്യമങ്ങൾ, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടോ, ചില സർവേകളുടെ വിശ്വാസ്യത അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സർവേകൾ എത്രത്തോളം ശരിയായി എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അല്ല, ലോക്സഭ തന്നെ നമുക്ക് മുമ്പിലുണ്ടല്ലോ. ഞാൻ മുമ്പേ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് തോന്നുന്നു. അതായത് 20-ൽ 9 സീറ്റുകൾ പ്രവചിച്ചു, 11 സീറ്റുകൾ LDFന് പ്രവചിച്ചതുകൊണ്ട് 75,000 വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം. അതുമാത്രമല്ല, ആ ആങ്കർ വളരെ പരിഹാസത്തോടുകൂടി
പറയുന്നത് കേൾക്കാം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണോ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിറക്കിയത് എന്ന് ചോദിക്കുന്നു. മറ്റൊരു ഇന്ന് ഞാൻ കണ്ട ഒരു വിഷ്വൽ, പഴയ ഒരു വിഷ്വൽ, അതായത് പിന്നെ പാലക്കാട്ട് 41% ആർക്ക് എം പി രാജേഷിന്, 29% BJPക്ക്, 27% പിന്നെ ആർക്ക് പിന്നെ ശ്രീകണ്ഠൻ. അപ്പോൾ അദ്ദേഹം ആങ്കർ പറയുന്നത് നോക്കൂ, വളരെ നിർണായകമായ ഒരു ഫലം ശ്രീകണ്ഠൻ നോക്കൂ, നിർണായകമായ ഫലം, വളരെ സുപ്രധാനമായ ഫലം. ഇലക്ഷൻ വന്നപ്പോൾ എന്തോ ശ്രീകണ്ഠനാണ് MP ആയത് നല്ല ഭൂരിപക്ഷത്തിൽ. അപ്പോൾ ഇത് ഞാനിതിനെ തള്ളിപ്പറയത്തില്ല, കാരണം ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യണം. ഇതിന് സാമ്പിൾസ് എടുക്കുന്ന കാര്യത്തിൽ, അത് അനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ പിന്നെ ലീഡിങ് ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കേണ്ടത്. സർവേയിൽ അങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് ഇവിടെ ലീഡിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ അല്ല സർവേക്ക് ചോദിക്കേണ്ടത്. അതിൻ്റെ മോഡസ് ഓപ്പറാണ്ടി എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനത് ഈ സർവേകളെ തള്ളിപ്പറയല്ല. പക്ഷേ എനിക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് 2.8% ജനപിന്തുണ എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കാൻ പ്രകാശൻ മാസ്റ്റർ അങ്ങനെ തള്ളിപ്പറയാവുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ല അദ്ദേഹം. കൊണ്ടുവന്ന നിരവധിയായ ആരോപണങ്ങളിൽ നിന്ന് സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നു. അതിപ്പോൾ സ്പ്രിംഗ്ലർ ആയാലും ആഴക്കടൽ മത്സ്യബന്ധനമായാലും ഏറ്റവും ഒടുവിൽ ഇരട്ട വോട്ട് വരെയുള്ള കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. അദ്ദേഹത്തിന്റെ പരാതി, അദ്ദേഹം പറയുന്നത് ആസൂത്രിതമായി നീക്കം നടത്തുന്നു എന്നാണ്. അങ്ങനെ ആ തരത്തിലുള്ളൊരു നീക്കം അദ്ദേഹത്തിന് നടത്തുന്നുണ്ടോ, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചെന്നുള്ള സംശയവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ശ്രീ രഞ്ജിത്തെ, ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ഗൗരവതരമായ ഒരു ചിത്രം എറണാകുളത്തെ ഫ്ലാറ്റ് മിനിറ്റുകൾക്കകം തകർന്ന് താഴെ വീഴുന്നതാണ്. ഏതാണ്ട് സമാനമായ അവസ്ഥയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും അതിനെ നയിക്കുന്ന കോൺഗ്രസും. നിങ്ങൾ ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ കോൺഗ്രസിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? അതിൻ്റെ സംസ്ഥാന വനിതാ അധ്യക്ഷ തല മൊട്ടയടിച്ച് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ MLA-യും വനിതാ കമ്മീഷൻ ചെയർമാനുമായിട്ടുള്ള ഒരു സ്ത്രീ ആ പദവി രാജിവെച്ച് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. PC ചാക്കോയെ പോലെ കേരളമാകെ അറിയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ BJP-ക്കാരുടെ വോട്ട് വാങ്ങാൻ ഗുരുവായൂരിലും അതുപോലെ ദേവികുളത്തും തലശ്ശേരിയിലും കോൺഗ്രസ് അവരുമായിട്ട് ധാരണയുണ്ടാക്കുകയാണ്. നേമത്ത് വോട്ട് വിറ്റു എന്നുള്ള കാര്യം ഇപ്പോൾ അന്ന് വോട്ട് വാങ്ങിയിട്ടുള്ള രാജഗോപാലും അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സുരേന്ദ്രൻപിള്ളയും പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത ആക്ഷേപങ്ങളും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയും നേരിടുകയാണ്. അപ്പോൾ ഇത്തരമൊരു ആക്ഷേപം ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ജനശ്രദ്ധ തിരിച്ചുവിടണം. ആകെ കോൺഗ്രസിൻ്റെ ഈ പടലപിണക്കങ്ങളും അതുപോലെ തന്നെ ചീട്ടുകൊട്ടാരം പോലെ UDF-ഉം അതിനെ നയിക്കുന്ന കോൺഗ്രസും തകരുന്നതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വൃഥാ വ്യായാമമാണ് യഥാർത്ഥത്തിൽ വോട്ടുമായി ബന്ധപ്പെട്ട ഈ കാര്യം. രണ്ടാമത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണല്ലോ, ആ പരാജയത്തിന് ന്യായീകരണമാണല്ലോ. അതുകൊണ്ട് ഇതൊരു മുൻകൂർ ജാമ്യമാണ്. പിന്നെ BJP-യുടെ ആകെ പറയുന്നതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ BJP-യെ പോലൊരു പാർട്ടിക്ക് 3 സീറ്റിൽ അവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അംഗീകരിക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ കേവലം ഏതെങ്കിലും ഒരു കൈത്തെറ്റ് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ആർക്കാ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇനി അഥവാ കൈത്തെറ്റ് ഈ പറയുന്ന അവരുടെ രേഖകളിലൊക്കെ വന്നു എന്ന് വിചാരിക്കുക, അവിടെ ഡെമ്മി സ്ഥാനാർത്ഥി വേണ്ടേ? എന്താ ഡെമ്മി സ്ഥാനാർത്ഥി ഇല്ലാത്തത്? അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ പോലെ കോൺഗ്രസും ലീഗും BJP-യും എല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു സഖ്യത്തിൻ്റെ രൂപത്തിൽ BJP വോട്ട് വിറ്റ് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എവിടെ നിന്നെല്ലാം തന്നെ BJP-ക്കാർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി കഴിയുമെന്ന് കോൺഗ്രസ് ആലോചിക്കുകയാണ്. പിന്നെ കള്ളവോട്ടിൻ്റെ കാര്യം, ഞാനിവിടെ ഈ ഗുരുവായൂരിലും തലശ്ശേരിയിലും ഒന്നും BJP-യുടെ വോട്ട് കൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാവുന്ന ഒരു സ്ഥലമൊന്നും അല്ലല്ലോ ശ്രീ പ്രകാശൻ മാസ്റ്റർ. പഞ്ചായത്തിൽ എവിടെ ഈ തലശ്ശേരി പോലെയുള്ള 34,000-ന് മുകളിൽ വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് BJP-യുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റിവെക്കാൻ പറ്റുമോ? അത് ഗുരുവായൂരും ദേവികുളം സംബന്ധിച്ചോ? ഗുരുവായൂർ സംബന്ധിച്ച് 22,000 ഇപ്പോൾ ഗുരുവായൂർ നേരത്തെ 33,000 വോട്ട് കിട്ടിയിട്ടുണ്ട് BJP-ക്ക്. അല്ല, ഈ താമര ചിഹ്നത്തിൽ ചെയ്തവരെല്ലാം പോയി അരിവാൾ ചുറ്റേക്ക് ചെയ്യണമെന്നില്ലല്ലോ. തലശ്ശേരിയിൽ നിർണായകമായതല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളുടെ ഈ കളിയെല്ലാം കളിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് BJP-യും കോൺഗ്രസും തമ്മിലുണ്ടാക്കുന്ന രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഗുരുതരാവസ്ഥയെ നല്ല ബോധ്യമുണ്ട്. അതിനൊന്നും കേരള ജനത കീഴ്പ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഏതെല്ലാം നിലക്ക് BJP-യും കോൺഗ്രസും ധാരണയുണ്ടാക്കിയാലും അതിനെയെല്ലാം തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ സ്ഥൈര്യം ഈ കേരളത്തിനുണ്ട് എന്നുള്ള കാര്യം ആരും വിസ്മരിക്കേണ്ടതില്ല. പിന്നെ കള്ളവോട്ടിൻ്റെ കാര്യം,
ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത ആളാണ് ഞാൻ. നാറാത്ത് പഞ്ചായത്തിലെ കണ്ണാടിപ്പറമ്പ് ഒരു മതസ്ഥാപനത്തിൽ 29 വോട്ടുകൾ കള്ളവോട്ട് അവിടെ ചേർത്ത് കൊടുത്തു ലീഗ്. അത് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കള്ളവോട്ടെന്ന് പറയുന്നത് അത് ഈ പറയുന്ന പോലെ ഇപ്പം എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലീഗ് സാധാരണയായിട്ട് ധാരാളമായി കള്ളവോട്ടുകൾ ചേർക്കാറുണ്ട് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഏതെങ്കിലും നിലക്ക് കള്ളവോട്ടിനെ ആശ്രയിച്ചുകൊണ്ട് ജയിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാർ നിശ്ചയിക്കുന്നത് കള്ളവോട്ട് തടയാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതും ഈ പാർട്ടിയുടെ നേതാവ് തന്നെയാണ്, ഒരു MLA ആണ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാട്ടാനുണ്ടാവും. അത്തരം ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല. ഇവിടെ കള്ളവോട്ട് ചേർക്കുന്നത് CPM-ന്റെ ഒരു പണിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും ചില മാധ്യമങ്ങളുടെ പിൻബലത്തോടെ ഗീബൽസിയും തന്ത്രപയറ്റുകയാണ്. ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഞങ്ങളല്ലേ. ഞങ്ങളെന്തിനാണ് കള്ളവോട്ട് ചേർക്കുന്നത്? കേരളത്തിൽ ഇന്ന് ഏറ്റവും ഏറെ ജനസ്വാധീനമുള്ള പാർട്ടി നമ്മുടെ പാർട്ടിയാണ്. ഇപ്പോൾ എല്ലാ ഈ നടത്തിയിരിക്കുന്ന പരിശോധനകളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരാൻ വേണ്ടി പോകുന്നു എന്നാണ്. അപ്പോൾ സർവേകളെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് പ്രകാശ് മാസ്റ്റർ അല്ലേ? നയിക്കുന്ന രമേശ് ചെന്നിത്തലയും സർവേകൾ ഒരു ശുഭസൂചകമാണ്. സർവേകളെ അതിന്റെ അടിസ്ഥാനത്തിലേ വിശ്വസിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ പണം കൊടുത്ത് കിട്ടുന്ന സർവേ ഉണ്ട്, അതിനെങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? കൃത്യമായ സർവേയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന സർവേ. ഇവിടെ കേരളത്തിൽ പണം കൊടുത്താണ് സർവേ നടത്തുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിന് 200, 300, 400 കോടി രൂപയൊക്കെ മുടക്കിയെന്നാണ് പറയുന്നത്. സർവേകൾ എല്ലാ തരത്തിലുള്ള സർവേ ഉണ്ട്. ന്യായമായി നടക്കുന്ന സർവേ ഉണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾ അറിയാൻ പണം കൊടുത്ത് തങ്ങളെ ബൂസ്റ്റ് ചെയ്യിക്കാൻ നടത്തുന്ന സർവേ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും, ഞങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ സർവേ നടത്തേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. കാരണം ജനകീയ സർവേ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രം പ്രവർത്തിക്കുന്നതല്ല. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ എത്ര ഉൾനാടുകളിലും പ്രവർത്തകന്മാരുടെ പാർട്ടിയെ CPI-യും അതുപോലെ LDF-ഉം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സർവേ സംവിധാനമുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ ആശ്രയിക്കാൻ വേണ്ടി കഴിയും. റിജിൽ, ഈ പ്രതിപക്ഷ നേതാവിന്റെ വലിയൊരു പരാതി, അദ്ദേഹത്തിന്റെ ഒരു ആരോപണം അത് ഈ സർവേകളുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം നമുക്കറിയാം നിരവധിയായ പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ജനസമക്ഷം കൊണ്ടുവരികയും സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിക്കുകയും ചെയ്തു. പക്ഷേ അർഹിച്ച ആ രീതിയിലുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. സർവേകളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ആസൂത്രിതമായ ശ്രമം നടത്തുന്നു എന്നും പറയുന്നു. ഒപ്പം ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ കാര്യം, വിഷയദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് ഇത്തരം ആക്ഷേപങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വരുന്നത് എന്നാണ് മറുപടി. ശ്രീ രഞ്ജിത്ത്, ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞത്? ഒന്ന്, BJP-യുമായി ബന്ധപ്പെട്ട ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു BJP-യുമായി കോൺഗ്രസ് ബന്ധത്തിലാണ്. ആരാണ് ബന്ധമെന്ന് പറഞ്ഞത്? ആരാ? ഈ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതിന്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ RSS-ന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസറിന്റെ പത്രാധിപരായിട്ടുള്ള ബാലശങ്കർ ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടല്ലോ, അത് കോൺഗ്രസിന്റെ പേരിലാണ് ഉന്നയിച്ചത്. പ്രകാശ് മാസ്റ്റർ, നിങ്ങൾ ഇതുപോലെ കോൺഗ്രസിന്റെ പേരിലാണ് അത്തരം ആരോപണം ഉന്നയിച്ചെങ്കിൽ ഈ നാട് എങ്ങനെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു? CPM നടത്തുന്ന പ്രചരണം എന്തായിരുന്നു? അപ്പോ വളരെ കൃത്യമാണ്. കോന്നിയിലും അതോടൊപ്പം ആറന്മുളയിലും വളരെ കൃത്യമായ സഖ്യമുണ്ട് എന്ന് പറയുന്നത് കേവലം ഒരു സാധാരണക്കാരനായ BJP-യുടെ ലോക്കൽ നേതാവല്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ബന്ധമുള്ള RSS-ന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാള് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം പ്രകാശ് മാസ്റ്റർ, സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണം വന്നല്ലോ. അതിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും RSS നേതാക്കന്മാരും ഈ സ്ത്രീയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നത് എങ്ങനെയാണ്? രഹസ്യ ചർച്ചയാണ്, പരസ്യ ചർച്ചയല്ല. പരസ്യ ചർച്ചയാണെങ്കിൽ നിങ്ങൾ പറയണം കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം നിർത്താനാണ് എന്ന്. പക്ഷേ രഹസ്യ ചർച്ച നടത്തുന്നുവെന്ന് ഒരു മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ എന്താണ്? അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. പക്ഷേ അത് തിരുത്തി കണ്ണൂര് CPM-ന്റെ നേതാവ്, താങ്കളുടെ സഹപ്രവർത്തകൻ P ജയരാജൻ പറഞ്ഞ എന്താണ്? അപ്പോൾ സ്വാഭാവികമായും ഇവിടെ RSS-ഉം അതോടൊപ്പം തന്നെ CPM-ഉം തമ്മിലുള്ള രഹസ്യ ബന്ധമുണ്ട് എന്ന് വളരെ കൃത്യമായി പകൽ പോലെ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ കണക്ക് പറയാം. ഗുരുവായൂരിലും ദേവികുളത്തും, ഗുരുവായൂരിൽ 2016 കിട്ടിയ വോട്ട് CPM-ന് അബ്ദുൽ ഖാദറിന് കിട്ടിയ വോട്ട് 66,088 അവിടെ UDF-ന് കിട്ടിയത് 50,990 അതോടൊപ്പം BJP കിട്ടിയത് 25,490 അപ്പൊ ഞങ്ങളും അവിടെ CPM തമ്മിലാണ് ഫൈറ്റ്, ഇടതുപക്ഷം ഫൈറ്റാണ്. അപ്പൊ അവിടെ ജയിക്കാൻ
നിങ്ങൾ ഇവരുമായി ധാരണയാക്കി. അല്ലാതെ BJP പോലെയുള്ള ദേശീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന മഹിളാ നേതാവിന്റെ ആ പത്രിക തള്ളണമെങ്കിൽ അതിനോട് അവർ എത്രത്തോളം അതിനോട് ആ നീതി പുലർത്തി എന്ന് ആ പത്രിക കൊടുക്കുന്ന സമയത്ത് തന്നെ അവർ വളരെ അവസാന നിമിഷം പോയി പത്രിക കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അതോടൊപ്പം തന്നെ ദേവികുളം ഇതേ സംഭവം തന്നെയാണ്. തലശ്ശേരിയിലും നിങ്ങൾക്ക് ബന്ധമുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ രൂപത്തിലുള്ള ധാരണയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ശ്രീ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ ജനങ്ങളുടെ മനസാക്ഷികൾ മുമ്പിലുണ്ട്. നിങ്ങൾ ഇപ്പൊ 100 500 കോടി ഇപ്പം പണം കൊടുത്ത് നടത്തുന്ന സർവ്വ തന്നെയാണ് ഇപ്പൊ മുഴുവൻ സർവ്വയും. ആ സർവേകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. വളരെ കൃത്യമാണ്. ഈ ഗവൺമെന്റിനെതിരായി ജനകീയ വികാരമുണ്ട്. അതിനെ മാറ്റാൻ PR ഏജൻസിയുടെ ഒരു പുതിയ ഹൈടെക് തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളെ മുഴുവൻ നിങ്ങൾ വിലക്കെടുത്തിരിക്കുകയാണ്. ആ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്ത് അവർ പെയ്ഡായി നടത്തിയ സർവേയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അത് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും. കഴിഞ്ഞ പ്രിയപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ നിങ്ങൾ നടത്തിയ കണക്ക്, അതിന്റെ സർവേ, അതിന് പാലക്കാട് ഉൾപ്പെടെ നമ്മുടെ മുമ്പ് തെളിവുണ്ട്. അവസാനം എന്തായി? ആ സർവേയുടെ അടിസ്ഥാനത്തിൽ പാട്ടുണ്ടാക്കിയ രാജേഷ് പോലും ഇന്ന് എന്താ അവസ്ഥ നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ സർവേ അല്ല, ജനങ്ങളുടെ സർവേ. അവർ തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് അവർ വോട്ട് ചെയ്യും. പിന്നെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിഷയം പ്രകാശ് മാഷോട് പറയാൻ സാധിക്കുന്നത്, കണ്ണൂരിൽ നിന്ന് പ്രകാശ് മാഷക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? കണ്ണൂരിലെ കള്ളവോട്ട്, ഇപ്പൊ കള്ളവോട്ട് മാത്രമല്ല ശ്രീ രഞ്ജിത്ത്, ഇവിടെ ശാസ്ത്രീയപരമായി ഓപ്പൺ വോട്ട് എന്ന രൂപത്തിലുള്ള പുതിയ വോട്ടുകളാണ്. അപ്പോ ഓപ്പൺ വോട്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അവിടെ പ്രായത്തിന്റെ പ്രശ്നമില്ല. CPM-ന് എതിരായി നിൽക്കുന്ന ആളുകളെ രാവിലെ തന്നെ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ സ്വാധീനിച്ചോ ഓപ്പൺ വോട്ടുകൾ ചെയ്യാണ്. കള്ളവോട്ടിനേക്കാൾ വേറൊരു പുതിയ തന്ത്രമാണ് കണ്ണൂരിന്റെ മേഖലയിൽ ഇവർ പയറ്റുന്നത്. അതോടൊപ്പം തന്നെ മരിച്ച ആളുകൾ ബൂത്തിലിരിക്കുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പല ആളുടെയും അച്ഛനും അമ്മയൊക്കെ വീണ്ടും വന്ന് വോട്ട് ചെയ്യുന്ന പരലോകത്തുനിന്ന് പ്രത്യേകം തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് വരാനുള്ള പെർമിഷൻ കിട്ടുന്ന നാടാണ് പ്രകാശ് മാഷ് കണ്ണൂരിൽ. കൂത്തുപറമ്പിലും പയ്യന്നൂരിലൊക്കെ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ നാട് ചർച്ച ചെയ്തല്ലേ, മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തല്ലേ. കള്ളവോട്ട് ചെയ്യുന്ന ആളുകളെ അതിനെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥന്മാരെ നായ്ക്കൊരണപ്പൊടി. നിങ്ങളറിയോ, കണ്ണൂരിലെ പല മേഖലകളിലും ബൂത്തിലിരിക്കുന്ന UDF-ന്റെ ഏജന്റ് മയിലുള്ള ഞങ്ങളുടെ സഹോദരി, അവരുടെ ശരീരത്തിനകത്തേക്ക് നായ്ക്കൊരണപ്പൊടി പയറ്റിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ നാണം കെട്ട ഒരു സംവിധാനം നടത്തുന്ന ആളുകളെ നിങ്ങൾ തെളിവില്ലേ നമ്മുടെ മുമ്പിൽ? എന്നിട്ടാണോ നിങ്ങൾ കള്ളവോട്ട് ചെയ്യുന്നില്ല, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് പറയുന്നത്? ശരി, രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ഇത് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് BJP ആരോപണ വിധേയരാണ്. ഇത്തവണയെങ്കിലും അതിനൊരു മാറ്റമുണ്ടാകും, ഗൗരവത്തോടെ ഇതിനെ സമീപിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നുമില്ല. ഈ 3 മണ്ഡലങ്ങളിലെ പത്രികയുമായി ബന്ധപ്പെട്ട വിവാദം, ഒപ്പം ബാലശങ്കർ ഉയർത്തിയ ഒരു കൊടുങ്കാറ്റ്, അതൊക്കെ വല്ലാത്ത തോതിൽ പാർട്ടിയെ ആരോപണ മുനയിൽ നിർത്തുകയല്ലേ? വീണ്ടും ഈ വോട്ട് കച്ചവടത്തിന് നിങ്ങൾ കാരണക്കാരാണ് എന്ന് പറയും. ഇതൊക്കെ ഈ ആരോപണങ്ങളൊക്കെ മുന്നിൽ വരികയല്ലേ? ഇവിടെ BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്താനും BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് സാധ്യതകളില്ലാത്ത സംഭവമാണ് എന്ന് വരുത്താനും ദശാബ്ദങ്ങളായി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് പരിശ്രമിക്കാറുണ്ട്. അത് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയതല്ല, അവർ സ്ഥിരമായി ചെയ്യുന്ന, അതിന് ഒപ്പം നിൽക്കുന്ന ചില മാധ്യമങ്ങളുമുണ്ട്. അല്ലല്ല പറയട്ടെ, BJP-ക്കും ആ ഒരു സ്പേസ് ഉണ്ട്. BJP-യും മത്സരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ ഞാൻ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നത് ആദ്യം ഭാഗത്താകുമ്പോൾ 95-ൽ ഞാൻ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയതാണ്, ചെറിയ പ്രായത്തിൽ. അപ്പൊ അന്നു മുതൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം കോട്ടയത്തടക്കം കേരളത്തിലുടനീളം നടക്കുന്നത് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുമുണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇപ്പൊ സണ്ണിക്കുട്ടിയെ പോലെയുള്ള ഒരു പത്രപ്രവർത്തകന് അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരെല്ലാം ചേർന്നിട്ട് കേരളത്തിൽ BJP-യും മത്സരിക്കുന്നു, BJP-യും രംഗത്തുണ്ട് എന്നൊക്കെ എഴുതിയിരുന്ന കാലം മാറി. ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇരു മുന്നണിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാലമായി മാറുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാനും തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP മറ്റ് മുന്നണിയുമായിട്ടുള്ള സഖ്യമാണ് എന്ന് വരുത്താനുമൊക്കെ ശ്രമിക്കാനുള്ള അവകാശം എതിർക്കുന്നവർക്കുണ്ട്, അവരതിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത് ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള BJP CPM ബന്ധമോ BJP കോൺഗ്രസ് ബന്ധമോ അല്ല. കാലങ്ങളായി നടക്കുന്നത് കോൺഗ്രസ് CPM പരസ്പര ധാരണയാണ്. ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇവർ ഭരണം മാറി വരുമ്പോൾ
മറ്റവരുടെ കേസുകളൊക്കെ പിൻവലിച്ചു കൊടുക്കും, പ്രശ്നങ്ങളൊക്കെ തീർക്കും, അഴിമതി കേസെല്ലാം ഇല്ലാതാക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായി ചെയ്തു വരും. ഈ തെരഞ്ഞെടുപ്പിലും മാത്രമല്ല, സ്ഥാനാർത്ഥികൾ ഇപ്പൊ കോട്ടയത്ത്, കാരണം എന്റെ സ്ഥലം കോട്ടയം ആയതുകൊണ്ട് ഞാൻ കോട്ടയത്തെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി വാസവനാണ്. ഇപ്രാവശ്യം ഈ കോൺഗ്രസിന്റെ ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്ത ആ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് തലമുട്ടയടിക്കേണ്ടി വന്ന ആ അവസ്ഥയ്ക്ക് കാരണം എന്താ? അവർക്ക് സീറ്റ് കിട്ടാതെ വന്നതിന്റെ കാരണം എന്താ? അവർക്ക് സീറ്റ് നിഷേധിച്ചത് ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിന്റെ സീറ്റ് നിഷേധിച്ചു. വാസവൻ വന്നു. വാസവന് ബദലായി ലതികയെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് ആ മണ്ഡലത്തിൽ വന്നാൽ വാസവൻ ജയിക്കില്ല എന്ന് കോട്ടയംകാർക്കും ഏറ്റുമാനൂരുകാർക്കും സണ്ണിക്കുട്ടിക്കും അടക്കം നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ പരിശോധിക്കുന്ന ആർക്കും അറിയാം. അപ്പൊ അവിടെ ലതികയ്ക്ക് സീറ്റ് UDF-ന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ആ കന്യാസ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുമായി അതിന് ബന്ധമുള്ള ഒരു പ്രമുഖനായിട്ടുള്ള സഭയുടെ ആള് അടക്കം അതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട്, കാരണം വാസവൻ അവരെ കേസിൽ സഹായിച്ചവരാണ്. അപ്പൊ അവരുടെ ഇൻവോൾവ്മെന്റിൽ ആണ് അത് സംഭവിച്ചത്. ഇത് ഞാൻ ആരോപിച്ചതല്ല, ഇതിന് അവരുടെ കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് കോട്ടയംകാർക്കെല്ലാം അറിയാം. വാസവനും തിരുവഞ്ചൂരും തമ്മിലും ധാരണയാണ്. കാരണം കോട്ടയം തിരുവഞ്ചൂരിന് കിട്ടിക്കോട്ടെ, വാസവന് ഏറ്റുമാനൂര് കിട്ടിയ. അതുപോലെ കാലങ്ങളായിട്ട് ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും CPM-ഉം കോൺഗ്രസും തമ്മിലാണ് സ്ഥിരമായി അഡ്ജസ്റ്റ്മെന്റ്. ഒരിക്കലല്ല, ഇത് സ്ഥിരം ഏർപ്പാടാണ്. പുതുപ്പള്ളിയിൽ ഇവര് ചെറിയാൻ ഫിലിപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്, സിന്ധു ജോയിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഒരു പയ്യനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിങ്ങനെ നേർച്ചക്കോഴിയെ പോലെ നിർത്തിക്കൊടുക്കുക. അതിനപ്പുറത്ത് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വാസവൻ ഒന്നും ചെയ്യില്ല. അത് ഇവിടെയൊക്കെ ഉള്ളവർക്കെല്ലാം അറിയാം. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവര് തമ്മിലുള്ള പരസ്പര ധാരണ. അപ്പൊ അതേസമയം BJP എന്താ ചെയ്തത്? ധർമ്മടത്ത് CK പത്മനാഭനെ മത്സരിപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ശക്തരായ ഞങ്ങളുടെ മുൻ ജില്ലാ പ്രസിഡന്റ് സോമനെ മത്സരിപ്പിക്കുക. അവിടെ CPI-ക്ക് സീറ്റ് കൊടുത്തിട്ട് പേരിന് മത്സരം നടത്തുകയാണ്. കാരണം സജി ചെറിയാൻ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമാണ് രമേശിന്, അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അതിനപ്പുറത്ത് CPM-ന്റെ സംസ്ഥാന നേതൃത്വം. അപ്പൊ ഇത് കൃത്യമായിട്ട് കേരളത്തിൽ ഈ ഇരു മുന്നണിയും തമ്മിലുള്ള ഈ പരസ്പര ധാരണ, കോൺഗ്രസ് CPM-ഉം ഒരുമിച്ച്, കാരണം ഇവര് ദേശീയ രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധ മുന്നണിയിലാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അവരെ അങ്ങനെ നിൽക്കുന്നവര് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും അത് പ്രാവർത്തികമാക്കുകയാണ് കൃത്യമായിട്ട്. കാരണം BJP ഒരിക്കലും കടന്നു വന്നാൽ പിന്നെ ഇവർക്ക് ഇവിടെയും സ്പേസ് നഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവരിരുവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള കൂട്ടുകച്ചവടം ഈ പ്രാവശ്യം അത് വോട്ട് കച്ചവടമല്ല, ഇവര് തമ്മിൽ സീറ്റ് കച്ചവടമാണ്. സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. ഇത് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, അതായത് ഈ പ്രധാന ആൾക്കാർക്കെതിരെ ഒന്നും ശക്തരെ നിർത്തുന്നില്ല. ഇപ്പോൾ പിണറായി വിജയനെതിരെ നിർത്തുന്നില്ല, ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ല, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇല്ല. അതൊരു കേവലം ഒരു മത്സരം മാത്രമാക്കി ഒതുക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ആരോപണം തന്നെയല്ലേ? അത് പിന്നെ ഇപ്പോൾ രാധാകൃഷ്ണ മേനോനെ നമുക്ക് എന്തുവേണേ പറയാം, ഒരു എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ ധാരണയാണെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പം തന്നെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വാസവൻ 2 തവണ മത്സരിച്ചതാണ്. വാസവൻ ഇവിടുത്തെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നേരത്തെ കോട്ടയത്തു നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ മോശപ്പെട്ട കാൻഡിഡേറ്റാണോ? അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്ന ചെറിയ ഫിലിപ്പിനെ, അതായത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തിനെ അവിടുന്ന് ഇളക്കി കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് ചെറിയ കാര്യമാണോ? അതൊന്നും അങ്ങനെ അതിനെ കാണുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നില്ല. അപ്പം നമുക്കറിയാം, LDF-ഉം UDF-ഉം തമ്മിലൊരു ധാരണയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 99 സീറ്റ് UDF ജയിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ 41 സീറ്റ് പിന്നെ 99 സീറ്റ് UDF ജയിക്കുന്നു, 41 നിയമവുമായി ശിവകുമാറും നിയമവുമായി ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അല്ല കേൾക്കൂ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഞാൻ ചോദിച്ചിട്ട് ഇപ്പം ഈ കേസ് പിൻവലിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പം LDF വരുന്ന ഉടനെ ചിലപ്പോൾ ചില പിന്നെ ചെറിയ കേസുകൾ, അതായത് സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ, അല്ല ചെറിയ ചില്ലറ നേതാക്കളുടെ വോട്ട അടിപിടി കേസുകൾ, അവരാരും അടിക്കാനും പിടിക്കാനും പോയതല്ല, കേസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണല്ലോ. ഈ പിന്നെ സോളാറുമായി ബന്ധപ്പെട്ട കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല, അതിന്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഉമ്മൻചാണ്ടിയുമായിട്ടൊരു ധാരണയുണ്ടെങ്കിൽ. പക്ഷെ നിയമത്ത് വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, രഞ്ജിത്തെ, എനിക്കത് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അവിടെ
അന്നത്തെ ജനതാദളിന് ഇപ്പം LJD അല്ലേ, LJD ആയിട്ട് മാറിയ പാർട്ടിക്ക് അന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അവരുടെ ജില്ലാ പ്രസിഡന്റിനെ മത്സരിച്ചു. അവിടെ 20,000 അടുത്ത് വോട്ടിന് മാത്രമാണ് ലഭിച്ച. പാർട്ടിക്ക് ഒരു കമ്മിറ്റി പോലുമില്ല. അപ്പൊ ഈ പാർട്ടി അവിടെയാണ് പാർട്ടി കൊടുക്കുന്നത്. പലപ്പോഴും കൊച്ചു പാർട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നപ്പം എവിടെ നിന്നോ കടന്നു വന്ന ഒരാളായിരുന്നു സുരേന്ദ്രൻ പിള്ള. അതെങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളാണ് ബാലശങ്കർ. ഞാൻ ഡൽഹിയിൽ മാതൃഭൂമിയുടെ ലേഖകനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ വീക്കിന്റെ ലേഖനാണ്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ BJPയിലെ സംഘപരിവാറിലെ, നോട്ട് BJP, സംഘപരിവാറിലെ വളർച്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുഗ്രഹാശിസുകളോട് ചെങ്ങന്നൂർ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം തുറന്നു പറയുകയാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെ കോൺഗ്രസും CPM-ഉം തമ്മിലാണ് പല സീറ്റുകളിലും അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ശ്രീ രാധാകൃഷ്ണൻ ആരോപിക്കുന്നത്. വളരെ പെട്ടെന്ന് മറുപടി. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ABCD അറിയുന്ന ആളുകളോട് LDF UDF തമ്മിൽ ബന്ധമാണ് എന്ന് പറഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? രാധാകൃഷ്ണ മേനോന്റെ സ്വന്തം ഏറ്റവും അടുത്ത അനുയായികൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത് അബദ്ധജടിലമായിട്ടൊരു കാര്യമാണ് എന്ന് രാഷ്ട്രീയത്തിന്റെ ABCD അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ ബാലശങ്കറിന്റെ വിഷയം, ബാലശങ്കർ ഇവിടെ RSSകാരനാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞത് ഗോപാലൻകുട്ടി മാഷാണ്. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ കേരളത്തിലെ RSSന്റെ ഏറ്റവും വലിയ നേതാവ്. അദ്ദേഹം BJP അല്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BJPക്കകത്തുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്തുള്ള തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ബാലശങ്കർ അങ്ങനെ കാര്യം പറഞ്ഞത്. ഇവിടെ വാദിക്കുന്ന കേട്ടാ തോന്നുന്നു എന്താ, ആറന്മുള സീറ്റും കോന്നി സീറ്റും അത് ഇടതുപക്ഷ CPM ജയിച്ച സീറ്റാണ്. കോന്നിയിൽ ഞങ്ങൾ തോൽപ്പിച്ചത് BJP നേതാവിനെയാണ്. ആറന്മുളയിൽ ഞങ്ങൾ ജയിച്ചത് BJPക്കാരെ തോൽപ്പിച്ചിട്ടാണ്. താങ്കളുടെ പ്രതികരണം കൂടി ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾ ജയിച്ച സീറ്റില് തീർച്ചയായും ശ്രീ രഞ്ജിത്ത്, ഇതിനകത്ത് വളരെ കൃത്യമായി ശ്രീ പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിക്കുന്നത് പോലെ നിസ്സാരനായ വ്യക്തിയല്ല ബാലശങ്കർ. വളരെ കൃത്യമായി സംഘപരിവാർ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ആശയ പ്രചാരണ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയാം. RSSന്റെ പഠന ശിബിരങ്ങളിൽ നടന്ന ചർച്ച എന്താണ്? കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ BJPക്കും സംഘപരിവാറിനും കേരളത്തിൽ വളരാൻ പറ്റൂ. അതുകൊണ്ട് UDFനെ പരാജയപ്പെടുത്താൻ, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ CPM-ന് വോട്ട് നൽകണം ഇത്തവണ എന്ന് പഠന ശിബിരത്തിൽ ചർച്ച നടന്നത് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? സ്വാഭാവികമായി ഇവിടെ വളരെ കൃത്യമായി RSSും CPM-ഉം തമ്മിലുള്ള വളരെ കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണക്ക് പുറത്ത് തന്നെയാണ് ഈ ദേവികുളവും ഗുരുവായൂരിലും തലശ്ശേരിയിലെയും നാമനിർദ്ദേശ പത്രിക തള്ളിയതുൾപ്പെടെ ഇവർ നടത്തുന്ന കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടം കേരള ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം. ശ്രീ പ്രകാശ് നമുക്കെല്ലാം അറിയാം. അങ്ങനെ CPM-നെയാണ് BJP എല്ലാ അർത്ഥത്തിലും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ രക്തസാക്ഷികൾ CPM-ന്റെ കൊലക്കത്തിക്കിരയായ ആ പ്രദേശം തലശ്ശേരി അടക്കം അങ്ങനെയുള്ള സ്ഥലത്ത് CPM-ന് വേണ്ടി BJP നിലപാടെടുക്കുമെന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കാനാണ്? ദയവായി ക്ഷമിക്കണം പ്രധാനപ്പെട്ട അതിഥികൾ M. പ്രകാശൻ മാസ്റ്റർ, രാധാകൃഷ്ണ മേനോൻ, ഒപ്പം റിജിൽ മാക്കുറ്റി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുത്ത വിലയേറിയ അഭിപ്രായം പങ്കുവച്ചതിന് പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.